ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാസിൽ ഗെയിമിംഗ്. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ ഇടാത്ത ചോദിച്ചാൽ ഗൈസ്, ഇന്നലെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഈ സൺഡേ ഞങ്ങൾക്ക് എക്സാം തുടങ്ങും, അപ്പോൾ അതിനൊക്കെ പഠിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ നാട്ടിലത്തേക്ക് എക്സാം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് ലേറ്റ് ആയത് മെയിനായിട്ട്. അപ്പോൾ ഗൈസ്, ഞാൻ എന്ന് വന്നിരിക്കുന്നത് ഇന്ന് എന്തൊക്കെ വന്നിട്ടുള്ളതെന്ന് പറയാനും പിന്നെ POTW ആരൊക്കെ വന്ന് നോക്കാം നമുക്ക്. പിന്നെ കുറേ പുതിയ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കൊനാമി. അപ്പോൾ ഗൈസ്, ഞാൻ അന്ന് പറഞ്ഞ എഡിസൺ ഹസാർഡ് ഇപ്പോഴാട്ടോ ഗൈസ് വന്ന്. എഡിസൺ ഹസാർഡും ഡിഡേ ഡോക്ബേ ആണ് കേട്ടോ ഗൈസ് വന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, ഫസ്റ്റ് നമുക്ക് ആരിനെ കിട്ടാൻ നോക്കാം. ഫസ്റ്റ് നമുക്കൊരു ചാൻസ് ഡീൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ ലൂയിസ് സുയാരിസിൻ്റെ ക്യാപ്റ്റൻ സുബാസൻ്റെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇംഗ്ലീഷ് ലീഗ് അറ്റാക്കേഴ്സ് *1, അതായത് എഡിസൺ ഹസാർഡിൻ്റെ ഒക്കെ പാക്ക് ഉണ്ടല്ലോ ഗൈസ്, അതിൻ്റെ ഒരു ഫ്രീ ട്രയൽ ഉണ്ട്. ഓക്കെ ഗൈസ്, ഇത് എത്ര കാര്യമൊന്നുമില്ല, ഞാൻ പിന്നെ പറഞ്ഞുതരാം ഗൈസ്. ഓക്കെ, പിന്നെ വോട്ടിംഗ് ഉണ്ട് കേട്ടോ ഗൈസ്. വോട്ടിങ് നമുക്ക് ഇങ്ങനെ ഇതാണല്ലോ, വോട്ടിൽ നമുക്ക് അമർത്തിയിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് വിങ് CF പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഉണ്ട്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ കൊടുക്കുക. ഞാനിപ്പോൾ റൈറ്റിങ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ റൈറ്റിങ്ങിൽ എന്ത് സംഭവം എനിക്ക് നേരെ അറിയില്ല. ഫസ്റ്റ് വീക്കിൻ്റെ വോട്ടിങ് കേട്ടോ ഗൈസ്. ഓക്കെ ഗൈസ്, നോക്കി നോക്കാം. നമുക്ക് അങ്ങനെ ശുഭമായിട്ട് നമുക്ക് പെനാൾട്ടി അടിച്ച് തന്നെ തുടങ്ങാം ഗൈസ്. ഓക്കെ, പിന്നെ ഇത് നിങ്ങൾക്ക് ആരെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ എനിക്ക് നമ്മളിതിൽ ലോഗിൻ ആകുമ്പോൾ ലൈവ് അപ്ഡേറ്റ് കാണിക്കുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ കയറാനും പറ്റുന്നതായിരുന്നു ഗൈസ്. ഓക്കെ, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ അത്ര ലേറ്റ് ആയത് ഗൈസ്. അപ്പോൾ മിക്കവാറും ഇത് നിങ്ങൾ ഫ്രൈഡേ ആയും കാണുക, കാരണം ഇപ്പോൾ ഇതൊക്കെ എഡിറ്റ് ചെയ്യേക്കുവാണ് ഗൈസ്. ഓക്കെ ഗൈസ്, പെനാൽറ്റി അത് കയറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഗൈസ് വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഒരു ഫ്രീ ടൂർണമെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ കയറാൻ താല്പര്യമുള്ളവരൊക്കെ അതിൽ കയറി സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, ഫ്രീ ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ 50 ഓർ 100 മെമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മളതിലൊരു ഫ്രീ ടൂർണമെൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഫ്രീ ടൂർണമെൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക ഗൈസ്. ഓക്കെ, അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് എൻ്റെ തന്നെ ഗ്രൂപ്പ് ഗൈസ്. ഓക്കെ, ഞാനും വേറൊരു ബ്രോഗാണ് നടത്തുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഫ്രീ ടൂർണമെൻ്റ് ഉണ്ടാവും, റിവാർഡ് ഉണ്ടാവും ഗൈസ്. ഓക്കെ, അടുത്തായിട്ട് പറയാനുള്ള ഞാൻ പറഞ്ഞതാ ഫെസ്റ്റീവ് സീസൺ ആണ്, ക്രിസ്മസിൻ്റെ ഗൈസ്. ഓക്കെ, ഇതൊക്കെ പഴയതാണ്. ക്രിസ്മസിൻ്റെ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പിന്നെ മേക്ക് ചാൻസ് ഡീൽ, മറ്റേ നമുക്ക് ഇതില്ല, നമ്മൾ 18 ഒബ്ജക്റ്റീവ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും കിട്ടും. അപ്പം നമുക്ക് മറ്റേതിന് പോയിട്ട് ഒന്ന് എടുക്കാം ഗൈസ്. ഓക്കെ, ഇത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതൊക്കെ ഇത് നമുക്ക് ലാസ്റ്റ് നോക്കാം ഗൈസ്. വെയിറ്റ് ഞാൻ ബാക്ക് അപ്പോൾ തന്നെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഓക്കെ ഫസ്റ്റ് നമുക്ക് മാച്ചിൽ പോയി നോക്കാം ഗൈസ്, എന്നിട്ട് ഇതൊക്കെ ഞാൻ പറയാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇതിൽ പോയി നോക്കുകയാണെങ്കിൽ ഫെസ്റ്റിവൽ ജേണി പറഞ്ഞിട്ട് ഇതിൽ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കി നോക്കാം. നമുക്ക് എന്തൊക്കെ കിട്ടാൻ നമുക്ക് നോക്കി നോക്കാം ഗൈസ് ജസ്റ്റ്. ഓക്കെ ഗൈസ്, 500 പോയിന്റ് ലാസ്റ്റ് കോയിൻ വല്ലതും ഉണ്ടോ ഗൈസ്? കോയിൻ ഉണ്ടോ? 20,000 പോയിന്റ് ഗൈസ്. ദെൻ ആഫ്റ്റർ 20,000 പോയിന്റിൻ്റെ ഉള്ളിൽ അത്ര സാധനം കിട്ടും ഗൈസ്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ടീം വെച്ച് കളിക്കുക, കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഗൈസ് BT ക്ലോക്ക് 3 വന്നിട്ടുണ്ട്. പിന്നെ ഗൈസ് പറയാനുള്ളത് ഉപമെക്കാണോ, നമ്മുടെ ഇതിൽ നിങ്ങൾ ഒരു കളി കളിച്ചിട്ട് ഒരു ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് കിട്ടും. പിന്നെ ഓക്കെ, ഇംഗ്ലീഷ് ക്ലബ് ലെജൻസിൻ്റെ ഒരു പാക്കാണ് ഗൈസ്. പിന്നെ POTW നിങ്ങൾക്ക് ഇത് കളിച്ചൊരു ചാൻസ് ഡീൽ കിട്ടും ഗൈസ്. ഓക്കെ, പിന്നെ ഇംഗ്ലീഷ് ലീഗ് ഇത് ഉറപ്പ് അറിയില്ല നോക്കിയിട്ട്. ഓക്കെ ഗൈസ്, POTW തന്നെ ഉള്ളൂ. ഇതൊക്കെ പിന്നെ പഴയതാണ് ഗൈസ്. പിന്നെ നമുക്ക് 50 കോയിൻ ചാലഞ്ച് വന്നിട്ടുള്ള ഏതൊക്കെയാണ് നോക്കി നോക്കാം. ഗോൾഡൻ ഗോൾ നിങ്ങൾക്ക് അറിയാലോ ഗൈസ്. ഓക്കെ ഗൈസ്, ഇംഗ്ലീഷ് ക്ലബിൽ ഇതിലാണുള്ളത് കേട്ടോ ഗൈസ്, 15 കോയിൻ ചാലഞ്ച്. ഇതൊക്കെ പഴയതാണ്, അതൊരു 50 കോയിൻ ചാലഞ്ചാണ് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ മാച്ച് നമുക്ക് തന്നെ പറയാനുള്ളൂ. അപ്പോൾ അടുത്തത് കൊനോമി നമ്മൾ പ്രതീക്ഷിക്കാണ്ട് കുറേ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അതിൽ ഒന്ന്
ഞാൻ ഇപ്പോൾ ആദ്യം കോൺട്രാക്റ്റിൽ നിങ്ങൾക്ക് പോയി കാണിച്ചു തരാം ഗൈസ്. ഹസാഡിൻ്റെ പാക്ക് വരുന്ന വിചാരിച്ച് പാക്കല്ല ഒരാളായിട്ടുള്ള പാക്കല്ല വന്നിരിക്കുന്നു. ഒരു എപ്പിക്കിൻ്റെ ഫുൾ പാക്ക് വന്നിരിക്കുന്നത് ഗൈസ്. 150 പ്ലേയേഴ്സ് വെച്ചിട്ട്. ഓക്കെ എഡിഷൻ ഹസാഡ്. ഓക്കെ ഗൈസ്, പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ഇല്ല. പിന്നെ വേൾഡ് വൈഡ് നമുക്ക് ഫ്രീ ട്രൈ ഇല്ല പക്ഷേ ഗൈസ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മറ്റേ കോയിൻ കൊടുത്തിട്ട് തന്നെ എടുക്കണം ഗൈസ്. അപ്പോൾ ഇതിൽ ആരൊക്കെ വന്നിട്ട് നോക്കാം. ഓക്കെ ഗൈസ്, ഡെംബലെ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ നിക്കോള ബെർലി, CMF ഗൈസ്, സൺഹെമ്മിൻ, ലിസാൻഡ്രോ മാർട്ടിനസ്. ഇപ്പം അടിപൊളി മറ്റേ മാഞ്ചസ്റ്റർ ബാക്ക് ടു ട്രാക്ക് പറയണ പോലെ അടിപൊളിയായി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ മാഞ്ചസ്റ്ററിനെ അടിച്ചിട്ടല്ല ഗൈസ്. ഓക്കെ പിന്നെ ഇത് അറ്റ്ലാന്റിക്കോ മാഡ്രിഡിൻ്റെ ഒരു ഗോൾ കീപ്പർ ഗൈസ്. ഓക്കെ ഇതിൽ ഇത്ര തന്നെ പറയാനുള്ളൂ ഗൈസ്. ഓക്കെ പിന്നെ ഇതിൽ കാര്യമായിട്ടുള്ള പ്ലേയേഴ്സ് ഒന്നും ഇല്ല ഗൈസ്. പിന്നെ സൺഹ്യൂമിനും കൊള്ളാം, ലിസാൻഡ്രോ മാർട്ടിനസും കൊള്ളാം ഗൈസ്. ഓക്കെ പിന്നെ ഏരിയൽ സുപ്പീരിയറിറ്റി ആണ് കേട്ടോ ഗൈസ്, സെർജിയോ CB. പിന്നെ റൈസിംഗ് ഷോട്ട് CMF ഓഫ് ഇന്റർ മിലാൻ ഗൈസ്. പിന്നെ സൺഹ്യൂമിൻ അറിയാലോ, നമ്മുടെ 101 റേറ്റിംഗ് ഉള്ള സൺഹ്യൂമിനാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ താല്പര്യം കറക്കി എടുക്കുക ഗൈസ്. ഓക്കെ പിന്നെ അടുത്തത് നമ്മുടെ POTW ഗൈസ് പറയാനുള്ളത്. അടിപൊളി കാര്യങ്ങളൊക്കെ വന്നിന് ഗൈസ്. ഓക്കെ 95 ഓവറോൾ കുറേ പോവും കേട്ടോ ഗൈസ്. മൈക്കിൾ ഇപ്പോൾ ജൂലിയൻ അൽവാരിസ് ഗൈസ്. ഇപ്പോൾ LAയിൽ യങ്സ്റ്റർ ആയിട്ടുള്ള CF യങ്സ്റ്റർ എന്ന് വെച്ചാൽ അടിപൊളി CF എന്ന് പറയാനിപ്പോൾ ആരല്ലേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജൂലിയൻ അൽവാരിസ് ആണ് ഗൈസ്. പിന്നെ ഫറാൻ ടോറസിൻ്റെ ഒരു ബൂസ്റ്റർ കാർഡുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഫറാൻ ടോറസിൻ്റെ ഇതൊരു ബഗ് കാണാമെന്ന ചില ഗ്രൂപ്പിലൊക്കെ ഞാൻ കേട്ടത് ഗൈസ്. ഓക്കെ പിന്നെ സ്റ്റാറ്റ്സ് ഇങ്ങനെ കോയിനിട്ട് അടിക്കുകയാണെങ്കിലും പക്ഷേ അടിച്ചത് ഗോളാവും ഗൈസ്. അതാണ് ഫറാൻ ടോറസ്. പിന്നെ അൽസൺ ബെക്കാർ, പിന്നെ ലിവർപൂളിൻ്റെ ഗൈസ്, പിന്നെ മാർക്കസ്, പിന്നെ യൂസഫ് വാൻ, പിന്നെ ഇബ്രാഹിം ഡൈസ്. ഓക്കെ ഗൈസ് ഇതൊക്കെ ഉള്ളൂ ഇതിൽ പറയാൻ. പിന്നെ CMF വെസ്റ്റ് മൈക്ക, അങ്ങനെ കുറേ പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്. ഓക്കെ ഇത് നല്ലൊരു ബാക്കാണ് ഗൈസ്, താല്പര്യമുള്ളവരൊക്കെ എടുക്കുക. ഒന്നും പറയാനില്ല ഗൈസ്, ഫറാൻ ടോറസിനെ കിട്ടിയ അടിപൊളിയാണ്. റേറ്റിംഗ് നോക്കിയിട്ടും കാര്യമില്ല. കുറേ ഗ്രൂപ്പിൽ ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ അടുത്ത നിങ്ങൾ ഞെട്ടാൻ പോണ പാർട്ടി വരുന്നുള്ളൂ ഗൈസ്. ഒരു സാധനം ഉണ്ട് ഇവിടെ. അയ്യോ ഇതാരും പ്രതീക്ഷിക്കാത്തതാ കൊണ്ടുവന്ന് ഗൈസ്. ഓക്കെ ഇതാണോ സെലക്ഷൻ കോൺട്രാക്ട്സ്. നമുക്കിതിൽ പോയിട്ട് ഇപ്പോൾ ആരൊക്കെ ഉണ്ട് ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഡേവിഡ് വില്ല, ബില്ലിറ്റിൽ, വെൽസി. പിന്നെ ഇതിൽ കൊള്ളാത്ത കാർഡ് ഇപ്പോൾ ഞാൻ ഏതാ പറയാന്നറിയോ ഗൈസ്, ഈ CMF കാർഡാ പറയുള്ളൂ. കാരണം അത് അത്ര കണ്ട് പോരാട്ടോ ഗൈസ്. പിന്നെ ഡബിൾ ബൂസ്റ്റർ ബില്ലിറ്റിലുണ്ട്, RB കേട്ടോ ഗൈസ്, RB. ഓക്കെ ഡബിൾ ബൂസ്റ്റർ അതുള്ളൂ. പിന്നെ ഡേവിഡ് വില്ല മാഞ്ചസ്റ്ററിൻ്റെ പ്ലെയർ. ഓക്കെ ഇതാണ് ഇതിലുള്ളത്. ഞാൻ വേറൊരു കോമഡി കാണിച്ചു തരാം കേട്ടോ ഗൈസ്. വെയിറ്റ് നമുക്ക് ഇതിൻ്റെ രണ്ട് നമുക്ക് ഇതിന്ന് ഉറപ്പായിട്ടും കിട്ടുന്ന 2 എപ്പിക് പ്ലേയേഴ്സിനെ കിട്ടും ഗൈസ്. നിങ്ങൾക്ക് ആരിനെ വേണമെങ്കിൽ എടുക്കാം, 2 എപ്പിക് പ്ലേയേഴ്സിനെ കിട്ടും. ഓക്കെ അടുത്ത് പറയാനുള്ളത് ഗൈസ് നോക്കൂ, യൂറോപ്യൻ ക്ലബ്സിൻ്റെ നമുക്ക് 26 ഫ്രീ ട്രൈ ഗൈസ്. 26 ഫ്രീ ട്രൈയോട് വന്നിരിക്കുന്നതാണ് ഗൈസ്. ഓക്കെ അതിലുള്ള പോലെ തന്നെ സെയിം പറഞ്ഞാൽ സെയിം എപ്പിക്കാണ് ഇവിടെ തന്നെ ഉള്ളത്. പിന്നെ ഫുൾ മറ്റേ നമുക്ക് കുറച്ച് ഹൈലൈറ്റ് കാർഡ്സും ഒക്കെ ഒന്നേ ഉള്ളൂ ഗൈസ്. പിന്നെ കാര്യമായിട്ട് പറയാം, നമുക്കിതിങ്ങനെ കറക്കിയിട്ട് നമുക്ക് എടുക്കാം. 26 ഫ്രീ ട്രൈ കിട്ടും. ലക്കുള്ളവർ കിട്ടുന്നുണ്ട് ഗൈസ്, അത്രേ പറയാനുള്ളൂ. 250 പ്ലേയേഴ്സാണ്. എത്ര പെർസെൻറ്റേജ് ചാൻസ് ചോദിച്ചാൽ കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഓക്കെ ഗൈസ് അറിയാലോ, ഡബിൾ ബൂസ്റ്റർ 98 റേറ്റിംഗ് ഉള്ള പ്ലെയറൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ സ്കോഡിലിട്ടുണ്ടെങ്കിൽ 102 103 പോവും, 103 പോവും ഗൈസ്. മാനേജറിനനുസരിച്ചിരിക്കും. പിന്നെ ഈ സാധനം പറയല്ലോ ഗൈസ്, സാധനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായം വെച്ചാൽ അത് എടുക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ. അത്രയ്ക്ക് പോരാ ഗൈസ് ആ സാധനം. അവർക്ക് നോമിനേറ്റിംഗ് കോൺട്രാക്ട് കൊണ്ടുവരും, കുറച്ച് നല്ല പ്ലേയേഴ്സിനെങ്കിലും കൊണ്ടുവന്നൂടെ ഗൈസ്. ഓക്കെ നമ്മുടെ കഴിഞ്ഞ കൊല്ലമൊക്കെ നമുക്ക് റോഡിഗറിനെ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു.
ഇപ്രാവശ്യം അതൊന്നുമില്ല. പിന്നെ ഈ ഫുട്ബോൾ കോയിൻ സെയിൽ വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടുത്തെ സൗദി റിയാലിൽ കാണിക്കുക എന്താണ്ടോ 449 17.19. ഞാൻ പിന്നെ ഇത് 2 എടുത്തില്ല ഗൈസ്. കടിയോളിന് എടുക്കണം എന്നുണ്ട്, എടുക്കാം. ഓക്കെ ഗൈസ്, ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആ മിഷൻസ് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇവിടെ ഒബ്ജക്റ്റീവ്സിൽ പോവാ, ഫെസ്റ്റിവൽ സീസണിൽ അമുക്കുക. ഇതിന്ന് നമുക്ക് ഒരു സെലക്ഷൻ, നമുക്ക് 2 പ്ലെയേഴ്സിനെ ഇന്ന് എന്തായാലും എടുക്കാം. ഉറപ്പായിട്ട് കിട്ടുന്ന 2 എപ്പിക്ക് നമുക്ക് കൊനാമിക്ക് എന്ത് പറ്റിയാണ് ഗൈസ്. 2 എപ്പിക്ക് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ഒരു 100 ഈ ഫുട്ബോൾ കോയിൻ, പിന്നെ ഒരു ഈ ഫുട്ബോൾ മറ്റേ യൂറോപ്യൻ ക്ലബ്സിൻ്റെ ചാൻസ് ഡീൽ ഗൈസ്. അപ്പോൾ ഇതിൽ എത്ര എണ്ണം കിട്ടുമെന്ന് നമുക്ക് നോക്കി നോക്കാം. 1 2 3 4 എണ്ണം കിട്ടും. മൊത്തം നമുക്ക് 26 കിട്ടുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇതന്നെ ഇതിൽ പറയാനുള്ളൂ. പിന്നെ ക്യാപ്റ്റൻ സുഭാഷിൻ്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. പുതിയത് വല്ലതും വന്നിട്ടില്ലെങ്കിലേ ഉള്ളൂ. ജസ്റ്റ് നോക്കി നോക്കുക. ഓക്കെ ഗൈസ്, പുതിയത് പ്രത്യേകിച്ചൊന്നും ഇല്ല, അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഫ്രീ ടൂർണമെൻ്റ് ഒക്കെ നടത്തുന്നുണ്ട്. നമ്മൾ 100 മെമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ ഫ്രീ ടൂർണമെൻ്റ് ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. ഒന്ന് ജസ്റ്റ് കയറി നോക്കുക ഗൈസ്. നിങ്ങൾ കയറി നോക്ക്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് വെക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്ത ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഓക്കെ.